ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് A4 ഷീറ്റിൽ കളർ പെൻസിൽസും ബ്ലാക്ക് പെന്നും മാത്രം യൂസ് ചെയ്തിട്ട് എപ്പം വേണമെങ്കിലും ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഗിഫ്റ്റ് കാർഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ് കാർഡ്. ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് ഡെക്കോർ പോലെ വരയ്ക്കാം, ബലൂൺസൊക്കെ വരയ്ക്കാം, എന്നിട്ട് നമ്മുടെ കാർഡ് റെഡി. അടുത്തത് കുറച്ചും കൂടി ലുക്കുള്ള, കുറച്ചും കൂടി ചെയ്യാൻ പാടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാർഡാണ്. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഒരു ടെഡി ബെയറിനെയും ഗിഫ്റ്റ് ബോക്സും എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചാർട്ടിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ചർ വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ ബ്രൗൺ ചാർട്ടിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ചാർട്ടിലോ അതുപോലെ കളർ ചാർട്ടിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ പിന്നെ ഞാനതിന് കുറച്ചൊരു ഇങ്ങനെ ലുക്ക് കൂടാൻ വേണ്ടി കുറച്ചിങ്ങനെ പ്രൊജക്റ്റായി നിൽക്കാൻ വേണ്ടി ആ ബലൂൺസ് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സും കൂടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട കോഡ്സ് എല്ലാം എഴുതി കൊടുക്കാം. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. പക്ഷേ കുറച്ച് ചിത്രം വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടെഡി ബെയറിനൊന്നും വരയ്ക്കേണ്ട, ഈസി ആയിട്ട് റിബണും ഗിഫ്റ്റ് ബോക്സും ബലൂണും അങ്ങനെയൊക്കെ മാത്രം വരച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബർത്ത്ഡേ കാർഡാണ്. അപ്പോൾ അതിന് കുറച്ച് എൻവലപ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻവലപ്സ് അല്ല, ജസ്റ്റ് കുറച്ച് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള എൻവലപ്സ് പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഓരോന്നായിട്ട് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ആദ്യം ഒരു എൻവലപ്പുകൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലെയാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വരും. അത് എന്നിട്ട് നമ്മൾ ഒരു ചാർട്ട് മടക്കി ഒരു ബുക്ക് പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ചാർട്ടിൻ്റെ ബാക്കി വരുന്ന സൈഡുകളും കട്ട് ചെയ്ത് മാറ്റണം. എന്നാലേ കുറച്ചും കൂടി ലുക്ക് കൂടുള്ളൂ. എന്നിട്ട് അതവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യാനുള്ള കോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാം. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഇത് എൻവലപ്പാണെന്നുള്ളതിന് വേണ്ടിയിട്ട് ആ എൻവലപ്പിൻ്റെ കവറ് പോലെ ഇതിൽ വരച്ചെടുക്കുകയാണ്. കാരണം ഇത് ജസ്റ്റ് ഓരോ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മാത്രമാണല്ലോ. അതിൻ്റെ മേലെ അങ്ങനെ വരച്ചു കൊടുത്തു. അതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം എഴുതി ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട കോഡ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു.